പേര് സുന്നത്തെടുക്കുക, നടക്കുന്നത് ഫുള്ള് ഹറാം. എന്താ പത് മറ്റും ഫോട്ടോ എടുക്കല് തെറ്റാണോ അല്ല എന്നുള്ളതൊന്നല്ല ചർച്ച കേട്ടോ. എന്നാലും അതൊരു ഓവർ ആവുന്നുണ്ട്, ഒരു സംശയമുണ്ട്. ഇങ്ങനെ എന്നിട്ട് കൈ ഒടുക്കി കെട്ടുപിടിക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ആക്ഷനുകളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നിക്കാഹിന്റെ സ്ഥലം പരമാവധി പള്ളിയാക്കാൻ ശ്രമിക്കാം. പള്ളി നല്ലൊരു സ്ഥലമല്ലേ, അവിടെ നിന്ന് തന്നെ ആക്കാൻ ശ്രമിക്കുക. അപ്പൊ പള്ളിയുടെ ഹുറുമത്തിന് എന്തെങ്കിലും കേടുപാട് പറ്റുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പള്ളിക്കൊക്കെ ആക്കാതിരിക്കുക. എന്നാ ചിലപ്പോ ഒരു നാടകങ്ങൾ കഴിക്കണം, നാടകങ്ങൾ ഉണ്ടാവും പള്ളിയിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ഫോട്ടോ എടുക്കലും മറ്റും. ഫോട്ടോ എടുക്കല് തെറ്റാണോ അല്ല എന്നുള്ളതൊന്നല്ല ചർച്ച കേട്ടോ. എന്നാലും അതൊരു ഓവർ ആവുന്നുണ്ട്, ഒരു സംശയമുണ്ട്. ഇങ്ങനെ എന്നിട്ട് കൈ ഒടുക്കി കെട്ടുപിടിക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ആക്ഷനുകളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കുക. ഈ ഭാഗത്താണ് ഇതേ, ഈ ഭാഗത്താണ് ഏതുപോലെ ഉണ്ടാവും അറിയോ? നമ്മളിങ്ങനെ നിസ്കരിക്കാണ്, നിസ്കാരത്തിനാ നമ്മുടെ നിസ്കരിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെൽഫി എടുത്ത് അങ്ങനെ ഉണ്ടാവും. അതേപോലെയാണിത്. അപ്പൊ അതൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ, ഒന്ന് രണ്ടെണ്ണം ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ടല്ലേ, അതൊക്കെ ബാക്കി മാറ്റി വെച്ചിട്ട് അങ്ങനൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പുറത്തുനിന്നാക്കേണ്ടി വരും. പള്ളിന്റെ ഹുറുമത്ത് കേടെടുത്തിയാണ്ട് നമ്മൾ തുടങ്ങിയാൽ അതും ഹറാമിൽ തന്നെ ആയിരിക്കും എത്തിപ്പെടാം. ഞാൻ ചുരുക്കാണ്. അപ്പൊ പരമാവധി തെറ്റില്ലാത്ത നിലക്ക് തുടങ്ങാൻ കഴിയണം. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതപ്പോ ഈ പറഞ്ഞതിനൊക്കെ വലഹാസിൽ ഒരു ഹറാമില്ലാതെ തുടങ്ങാൻ നമുക്ക് പറ്റണം. അങ്ങനെ നിക്കാഹിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് പിന്നെ നടക്കുന്നതാണ് വലീമത്ത്. നമ്മൾ കല്യാണം എന്ന് അറിയില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അവിടെയും കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഓഡിറ്റോറിയത്തിലാട്ടോ. അധിക കല്യാണങ്ങളും ഒരു 90% ഓഡിറ്റോറിയത്തിനനുസരിച്ചാണ് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചത്. പണ്ടൊക്കെ ഈ ദിവസത്തിലേ നടക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ളൂ. ഇതിപ്പോ വെള്ളിയാഴ്ച വരെ കല്യാണം നടക്കുന്നുണ്ട്. കാരണം അന്നേ ഒഴിവുള്ളൂ പറഞ്ഞാൽ. ആർക്കും ഒഴിവ്? ഓഡിറ്റോറിയത്തിന്റെ ഒഴിവിനനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുക. ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കുന്നത് തെറ്റൊന്നല്ല, പക്ഷെ നടക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ നടത്തുന്ന പൈസ മുഴുവനും കൊണ്ടുപോയേണ്ട വെറുതെ കളിന്ന് തുല്യായിരിക്കും. ലക്ഷങ്ങൾ പൊടിച്ചിട്ട് ഹറാമുകളുടെ കുമ്പാരങ്ങൾ ചെയ്തു കൂട്ടായിരിക്കും. വെറുതെ എന്തിനാ നമ്മളെ പൈസ ഹറാമിൽ കൊണ്ടുപോയിട്ട്? ഒന്ന്, ആണും പെണ്ണും ഇഖ്തിലാത്താവുന്നുണ്ടോ എങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. ആണും പെണ്ണും കൂടി ഇരുന്നാണ്ട് നമ്മളെ മോളെ കല്യാണമാണെങ്കിൽ അതിൽ ആണും പെണ്ണും കൂടി കലരാൻ പാടില്ല. ആണും പെണ്ണും കൂടി കലരാൻ പാടില്ല എന്നാ പറഞ്ഞേ, അത് ഹറാമാണ്. ആണുങ്ങളോട് അള്ളാഹു പറഞ്ഞ, അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞതാണല്ലോ അത്. നിങ്ങൾ അന്യ സ്ത്രീകൾ നിൽക്കുന്നിടത്ത് നിങ്ങൾ പ്രവേശിക്കരുത്. അവർക്ക് നിങ്ങൾ പോകണ്ട, അവർക്ക് നിങ്ങൾ പോകണ്ട. അന്യ സ്ത്രീകൾ നിൽക്കുന്നിടത്തേക്ക് നിങ്ങൾ പോകണ്ട. അന്യ സ്ത്രീകൾ ആരാണ് എന്നതിൽ നമുക്കൊരു ക്ലാസ് എടുക്കേണ്ടി വരും. അന്യ സ്ത്രീകൾ ആരാണെന്നുള്ള വിഷയത്തിൽ ഒരു ക്ലാസ്. ചില ആൾക്കാരൊക്കെ കരുതിയ മൂത്തച്ചി അളച്ചി അവരൊക്കെ എന്താണ് സഹോദരിമാരെ പോലെ ഉമ്മയുടെ സ്ഥാനത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. ശരിക്കും പഠിക്കേണ്ടതാണ്. ആരാണ് നമുക്ക് മെഹറമാവുന്നത്? കുടുംബ കൂട്ടായ്മകൾ ഇന്ന് ധാരാളം നടക്കുന്നുണ്ട്. കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒരുമിച്ച് കൂടുക, എന്നിട്ടോ അന്യരായി കാണാൻ പറ്റാത്ത പലരും ഒരുമിച്ച് കൂടിയിട്ട് അവിടുന്ന് ആയിരിക്കും ചിലപ്പോൾ ഓല ബന്ധങ്ങൾ തുടങ്ങണേ. കുടുംബ ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട് എന്നുള്ള പേരിലാണ് നടത്തുന്നത്. പേര് സുന്നത്തെടുക്കുക, നടക്കുന്നത് ഫുള്ള് ഹറാം. എന്താ പത് അങ്ങനത്തെ സുന്നത്ത് എടുക്കണ്ടെന്നായി പറയണേ. കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാല് ആണും പെണ്ണും ഒരുമിച്ച് കൂടിയാണ്ട് അങ്ങോട്ട് ചെയ്യുന്ന പണിക്കല്ല പറയാം. അള്ളാഹു തആല ഹൈറായ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.